വിട് പോടണ്ട്. എന്ത് എന്ത് ചൂട് പോടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയോ? സത്യം പറയണോ? നിനക്ക് വല്ല പ്രേമവും ഉണ്ടായിട്ടുണ്ടോ? നിനക്ക് വല്ല പ്രേമവും ഉണ്ടായിട്ടുണ്ടോന്ന്? മാങ്ങാത്തൊലി നീ വന്നിരുന്നാണെങ്കിൽ എടാ ഞാൻ പോണടാ. എനിക്ക് നീ ഒരു മാതിരില്ല, നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേടാ. പറയടാ സത്യം പറ, അല്ലെങ്കിൽ ഞാൻ പോകും. പറ പറ ഉള്ള കാര്യം പറ. ഇടി പണ്ട് 10-18-20 വയസ്സിലൊരു സാധനം നാട്ടിൻപുറത്ത് വെച്ചൊരു സാധനം ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ അതൊക്കെ പോയി, അതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഇനി ഇവിടെ പറയേണ്ട ഒരു ആവശ്യമില്ല. വല്ല ഫിസിക്കൽ റിലേഷൻഷിപ്പ് അങ്ങനെ നടന്നിട്ടുണ്ടോ? എന്തൊരു ഫോൺ അങ്ങ് മാറ്റി പോയി. എന്തൊരു വല്ല ഫിസിക്കൽ റിലേഷൻഷിപ്പ് അങ്ങനെ നടന്നിട്ടുണ്ടോ? മാങ്ങാത്തൊലി ഇവിടെ ഇപ്പം ഈ 20 കൊമ്പും 40 തലയും നടന്നിട്ട് നടക്കില്ല. എന്നിട്ടാണ് പിന്നെ അന്ന് 18 വയസ്സ് ഒന്നും നടന്നില്ലേ? ഇതുവരെയൊക്കെ ഒന്നും നടന്നിട്ടില്ല. കൈ പോലും തൊട്ടിട്ടില്ലേ? കൈപ്പം നിന്റെ ഇതോട്ട് അങ്ങനല്ല, അത് എന്നോട് ഭയങ്കര ഇഷ്ടമല്ലേ. എന്നിട്ട് ഞാൻ പറയണേക്ക് പിന്നെ വേറെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? വേറെ ആരെങ്കിലും ആയിട്ട് ലൈഫിലൊന്നും ഉണ്ടായിട്ടില്ല. ഞാനേ ഒരു കഥ അറിഞ്ഞു. അന്ന് ഫ്ലാറ്റിൽ എന്തിനടെ സംഭവിച്ചത് അത് പറ. അതൊക്കെ നീ പറ അങ്ങോട്ട്. നീ എങ്ങനെ നമ്മളിടയിൽ എല്ലാവരും ഫ്രണ്ട്സ് അല്ലേടെ. അവരിങ്ങനെ നിന്റെ കോഴി തന്നെ ഒരു ദിവസം ചോദിച്ചപ്പോഴത്തേക്കിങ്ങനെ അറിഞ്ഞു. ഞാൻ ഒരു കാര്യം പറയും, എൻ്റെ അമ്മയാണ് സത്യം. ഇത് അമ്മയെ കൊണ്ട് കള്ളൻ ഇടാൻ പറ്റില്ല. നിനക്കറിയില്ലേ എൻ്റെ സ്വഭാവം? അറിയാം. ഞാൻ ഇത്തരത്തിൽ അറിയല്ലേ നടക്കൂ. അന്ന് ഞാൻ കനകുന്നില്ല, എന്നത്തെ പോലെ തന്നെ വാല്യൂ ആഡഡ് ടാക്സിലായിരുന്നു. അക്കമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിച്ച് വിട്ട് കൊളസ്ട്രോളൊക്കെ കുറപ്പിച്ചിട്ട് അങ്ങനെ ഇരുന്ന സമയത്ത് ബടി വിളിക്കണേ, വരി ഒരു സാധനം ഇരിക്കണ വരി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അത്യാവശ്യം അടിക്കുമല്ലോ, 2-3 സാധനം ഒക്കെ ബീറൊക്കെ എടുത്ത് അടിക്കണം. ഞാൻ നേരെ അങ്ങ് ചെന്നപ്പോൾ അവന് നീ ഇങ്ങോട്ട് വന്നിരുന്നാണ്. നീ ആദ്യം പറ, നീ കാര്യം ഞാൻ വന്നിരിക്കാം. അങ്ങനെ അവനും അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ നിൽക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവൻ്റെ ഗേൾ ഫ്രണ്ട് ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പോൾ ബടി ഒരു പൈൻ്റ് ഇരിക്കുന്നു, നമുക്ക് അടിക്കാമെന്ന് പറഞ്ഞു. ഞാൻ നേരെ നമ്മുടെ അവിടുത്തെ പട്ടത്തെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി. അവിടെ വന്ന് കിടക്കുന്നതാണല്ലോ, അവിടെ വന്ന് ഞാനും അവനും അവളും കൂടെ അടിക്കാൻ തുടങ്ങി. ഈ കാര്യം നടന്നായിരിക്കും, അതാണ് അറിയേണ്ടത്. കാര്യം നടന്നില്ല. അതെന്തൊക്കെയോ സംഭവം ഞാൻ അറിഞ്ഞു. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ? ഉള്ള കാര്യം നീ പറ. അല്ല കിളത്തിയതല്ല, അത് ഞാൻ അറിഞ്ഞടാ. നീ എന്തോ അവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അവിടെ സംഭവിച്ച കാര്യമെങ്കിലും പറഞ്ഞു. അന്ന് പറ. ഒരു പെണ്ണിനെ കൊണ്ടുവന്നില്ലേ പടി? അതങ്ങ് പറ. നീ ലോകത്ത് വേറെ ആരും പറയരുത്. ഇല്ല പറയില്ല. ആണേലും പറ സത്യമായിട്ടും. അമ്മയെ കൊണ്ടാണ്. അമ്മ ചേർന്ന് സത്യം. എടി നമ്മൾ വന്നൊരു പൈൻ്റ് എടുത്ത് അടിച്ചു. പൈൻ്റ് അടിച്ചതൊക്കെ കഴിഞ്ഞ് നീ പറ. പൈൻ്റ് എടുത്ത് അടിച്ചിട്ടു കുറച്ച് കഴിഞ്ഞ് ബടിയുടെ സ്ഥിരം പരിപാടി ഉണ്ട്. ഒരു ഏണി നമ്മുടെ തലയിൽ കൊണ്ടുവരുമ്പോൾ അവൻ അമ്മൂമ്മയ്ക്ക് സുഖമില്ലാതെ ഫോൺ അന്ന് ഫോൺ വന്നിട്ട് പറഞ്ഞു, ബടി അമ്മൂമ്മയ്ക്ക് സുഖമില്ല, കുഞ്ഞമ്മയുടെ വീട്ടിലാണ്, ഞാൻ എന്താ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കൊച്ചാ ബടി വേണ്ട അന്ന് പരിപാടി നിൽക്കുന്നത് രാവിലെ അങ്ങ് പിക്കോളാം. ഞാൻ പറഞ്ഞു പോടാ അടുത്തോട്ട് പോടാന്ന് പറഞ്ഞു. അവസാനം ആകെ സീനായി. പക്ഷെ ആ പെണ്ണ് നീ മാത്രം ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു, വലിയ ഫ്ലാറ്റ്. ഒരു അപ്പം ഞാൻ അവളും കൂടെ ഒരു ഫ്ലാറ്റിൽ ഇരുന്നു, മദ്യപിച്ചു. പിന്നെ എനിക്ക് വേറെ തുടങ്ങി പറഞ്ഞത് എനിക്ക് തോന്നിയത് സീനാവുന്നു. സീനാന്ന് വെച്ചാൽ അത് എത്ര 2-3 വർഷമല്ലേ, 3-4 വർഷം തോന്നുന്നു. അവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് കയ്യും കാലും ഒക്കെ വിറയിൽ തുടങ്ങി, വിയർത്ത് നന്നായിട്ട്. അവസാനം നൈസ അവൾ എൻ്റെ അടുത്തൊക്കെ വന്നിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ശക്തിമാനൊന്നുമില്ല ഞാൻ. അപ്പോൾ തന്നെ ദേശാഭവനി മനോരമ പത്രമെല്ലാം എൻ്റെ മുഖത്തൂടെ ഇങ്ങനെ മിന്നി മാറി. നമ്മുടെ പാർട്ടിയും മറ്റതും പറഞ്ഞൊന്നുമില്ല. ഞാൻ അവിടെ പറഞ്ഞ് പിന്നെ ഇവിടെ തങ്ങുന്ന പ്രശ്നമൊന്നുമില്ല, നമുക്കിവിടെ വേണമെങ്കിൽ തങ്ങാൻ രാവിലെ ഞാൻ കൊണ്ടാക്കാം. അവൻ ചോദിച്ചു എന്ത് പറ്റി ചേട്ടാ? ഞാൻ പറഞ്ഞു ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരുമെന്ന് ചോദിച്ചു. എന്നോടൊപ്പം താമസിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞിട്ട്. അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അവൾ അപ്പുറത്തെ റൂമിൽ പോയി കിടന്ന് ഞാൻ ഇപ്പുറത്ത് കോലം കളിച്ചുകൊണ്ട് അവള് പോയി. അതൊക്കെ പോട്ടെ. ആ ഫേസ്ബുക്കിൽ നീ 24 മണിക്കൂറും കുറ്റിയും പറിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. എന്നെ ഞാൻ ഓൺലൈനിൽ കാണുമ്പോൾ എടീ ഹലോ ഹായ് കൂയി എന്നൊക്കെ പറഞ്ഞു. അതുപോലെ എന്തായാലും നീ ഒരു 10 പെണ്ണുങ്ങളെങ്കിലും ഹായ് കൂയി കീ എന്നൊക്കെ വിളിക്കുന്നുണ്ടാവും. ഏതെങ്കിലും നിനക്ക് സെറ്റ് ആയിട്ടുണ്ടാവും. അതിനെ പറ്റിയിട്ട് നീ പറ. അതില്ലെന്ന് കള്ളം പറയരുത്. ഞാൻ പോണു സീരിയസ് ആയിട്ട്.
ഫേസ്ബുക്കിൽ ഒരു കാര്യം നിനക്കറിയില്ല. നീ ഞാനും കൂടെ എനിക്കറിയാം, നടക്കുമെന്നറിയാം. നീ ഞാനും കൂടെ ഫേസ്ബുക്കിൽ ഇരുന്നാലും പറയും എന്താണ് അവൻ്റെ സംഭവം ലൈനാണ്. മുടി വളർത്തിയ ഒരു കൂട്ടുകാരൻ്റെ ബൈക്കിൽ പോയി കഴിഞ്ഞാൽ അപ്പോഴും അമ്മ വിളിച്ചു പറയും നീ അവിടെ പറയാടാ ഇരുന്ന് പോയത്. ഇതാണ് എൻ്റെ അവസ്ഥ. ഒരു പുല്ല് നടക്കണമെന്നില്ല. ഫേസ്ബുക്ക് കൊണ്ട് ഒരു ഗുണമില്ല. നിനക്കൊന്നും നടന്നിട്ടില്ലേ അപ്പോൾ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല? ഞാൻ ചുമ്മാ തരാൻ മാനവിത്തോടെ അങ്ങോട്ടേക്ക് നീ ഞാൻ കണ്ണാടി എടുത്ത് വെച്ചാണ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എടാ അതല്ലടാ, നീ സാധാരണ നടക്കണ ഇങ്ങനെ വരുമ്പോഴാണ് എല്ലാരും നിന്നെ കോഴി രതീശേന്ന് വിളിക്കുന്നത്. വിട്ടാ. എടാ പിന്നെ ഇനിയിപ്പോ എന്തരടേ ഉദ്ദേശം എന്തിനതിന്റെ അത് പറ. ഇതൊക്കെ വിശ്വസിക്കാമല്ലോ. എന്ത് വിശ്വസിക്കാൻ? ഇതൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് വിശ്വസിക്കാമല്ലോ. നിനക്ക് നീ ഇപ്പോഴും വിശ്വസിക്കാം. ഇതെങ്കിലും നടക്കുമോ? നീ ഇങ്ങോട്ട് വന്ന് വാ. ഇല്ല